തിരുവോണ ദിനത്തിലും അശരണർക്ക് താങ്ങും തണലുമായി സേവാഭാരതി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ആശുപത്രി ജീവനക്കാർക്കുമായി വിഭവ സമൃദ്ധമായ തിരുവോണ സദ്യയാണ് ഇക്കുറിയും സേവാഭാരതി ഒരുക്കിയത്. തിരുവനന്തപുരം നഗരസഭാ മേയർ വി രാജേഷും കഴക്കൂട്ടം MLA വി മുരളീധരനും ചേർന്ന് സദ്യ വിളമ്പി ഉദ്ഘാടനം ചെയ്തു. RSS മുതിർന്ന പ്രചാരകൻ S. സേതുമാധവനും ചടങ്ങിൽ പങ്കെടുത്തു. പച്ചടി, കിച്ചടി, തോരൻ, അവിയൽ, ഉപ്പേരി തുടങ്ങി ഒട്ടുമിക്ക കൂട്ടുകറികളും പരിപ്പും സാമ്പാറും രസവും പഴം, പപ്പടം, പായസം എല്ലാം ഉൾപ്പെടുത്തി വിഭവസമൃദ്ധമായ ഓണസദ്യയാണ് സേവാഭാരതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരുക്കിയത്. തിരുവനന്തപുരം നഗരസഭാ മേയർ വി രാജേഷും കഴക്കൂട്ടം MLA വി മുരളീധരനും ചേർന്ന് സദ്യ വിളമ്പി. സേവാഭാരതിയോട് എത്ര പറഞ്ഞാലും തീരാത്ത കടപ്പാടാണ് എന്ന് കഴക്കൂട്ടം MLA വി മുരളീധരൻ പറഞ്ഞു. വെള്ളം കിട്ടാനുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെ ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ അവിടെയാണ് സേവാഭാരതിയുടെ ഈ പ്രവർത്തനം ഏറ്റവും പ്രസക്തമാകുന്നത്. ഞാൻ നേരിട്ട് തന്നെ പലപ്പോഴും മെഡിക്കൽ കോളേജിലെ വാർഡുകളിലും OP വാർഡിലും ഒക്കെ പോകുമ്പോൾ ഞാൻ അവിടുത്തെ സൂപ്രണ്ടിനോടും ഒക്കെ സംസാരിക്കാറ് എല്ലാവർക്കും കുടിവെള്ളം കിട്ടാനുള്ള സൗകര്യം, അവർക്ക് ചായ കുടിക്കാനുള്ള സൗകര്യം അതത് ഫ്ലോറുകളിൽ ഉണ്ടാവുക. ചായ കുടിക്കാൻ 1.5 കിലോമീറ്റർ പോകുന്ന സ്ഥിതി ഉണ്ടാവരുത്. ഈ സാഹചര്യം മാറണം എന്നുള്ളതാണ് സേവാഭാരതിയുടെ ഭാഗത്തു നിന്ന് എല്ലാ ദിവസവും ഉച്ചഭക്ഷണം, അതോടൊപ്പം തിരുവോണ ദിവസം പൂർണ്ണമായിട്ടുള്ള സദ്യയോടുകൂടി എല്ലാ വിഭവങ്ങളും കൂടി വീടുകളിൽ എങ്ങനെയാണോ അതുപോലെയുള്ളത്. മനുഷ്യസ്നേഹത്തിന്റെ ഏറ്റവും കാതലായ വശം മനസ്സിൽ കണ്ടുകൊണ്ടാണ് സേവാഭാരതി ഓണസദ്യ ഒരുക്കുന്നതെന്ന് മേയർ വി രാജേഷും പറഞ്ഞു. സേവാഭാരതി കഴിഞ്ഞ 10-26 വർഷമായി ഒരു തപസ് പോലെ ഇത് നടത്തിക്കൊണ്ട് വരികയാണ്. തിരുവോണ നാളിൽ പോലും ഡിസ്ചാർജ് ചെയ്യപ്പെടാതെ ഇവിടെ കിടക്കുന്ന ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം അവശ നിലയിലായിരിക്കും. പ്രത്യേകിച്ച് സർക്കാർ ആശുപത്രിയിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുമായിരിക്കും. അപ്പോൾ അവർക്കും ഈ ദിനം ഒരു പ്രതീക്ഷ നൽകുന്ന ഈ ദിനത്തിൽ ഒരു വിഷമം ഉണ്ടാകരുത്. ഒരു നിമിഷമെങ്കിലും ഞാൻ രോഗിയാണ്, അതുകൊണ്ട് എനിക്ക് ഓണമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്നൊരു ചിന്ത വരരുത് എന്നുള്ള ലക്ഷ്യം മനസ്സിൽ കണ്ടു. അതായത് മനുഷ്യസ്നേഹത്തിൻ്റെ ഏറ്റവും കാതലായ വശം മനസ്സിൽ കണ്ടുകൊണ്ടാണ് സേവാഭാരതി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ദീർഘവീക്ഷണത്തോടെ ചെയ്തു. ഇന്ന് സമൂഹം ഏറ്റെടുത്തിരിക്കുന്നു. കഴിഞ്ഞ 26 വർഷക്കാലമായി മുടങ്ങാതെ സേവാഭാരതി ഓണസദ്യ നടത്തി വരികയാണെന്ന് സേവാഭാരതി സംസ്ഥാന ഉപാധ്യക്ഷൻ D. വിജയൻ പറഞ്ഞു. മെഡിക്കൽ കോളേജ് ക്യാമ്പസിൻ്റെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വേണ്ടി സേവാഭാരതി നടത്തുന്ന തിരുവോണ സദ്യയുടെ 26ാമത് വർഷമാണ് ഇന്നിപ്പോൾ നടക്കുന്നത്. ഏതാണ്ട് 8,000-ഓളം പേര് രാവിലെ 10 മണി 11 മണി മുതൽ തുടങ്ങിയാൽ വൈകുന്നേരം 4-4:30 വരെ നീണ്ടു നിൽക്കുന്ന ഈ ദൈർഘ്യത്തിൽ 8,000-ഓളം പേർക്ക് നമുക്കിവിടെ ഭക്ഷണം കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. തിരുവോണ നാളിൽ നാടും നഗരവും ഒക്കെ തിരക്കിലൊക്കെ പെട്ടിരിക്കുമ്പോൾ ഈ പ്രദേശങ്ങളിലുള്ള ചായക്കട, ഹോട്ടൽസ് ഇതെല്ലാം അടച്ചിരിക്കുമ്പോൾ നമ്മളിവിടുത്തെ രോഗികളും കൂട്ടിരിപ്പുകാരും പട്ടിണിയാകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുക. 8,000 പേർക്കാണ് സേവാഭാരതി ഓണസദ്യ ഒരുക്കിയിരിക്കുന്നത്. 50-ലധികം വരുന്ന പ്രവർത്തകരുടെ അശ്രാന്ത പരിശ്രമം ഇതിനു പിന്നിലുണ്ട്. ഓണദിനത്തിൽ ഒരാൾ പോലും വിശന്നിരിക്കാൻ പാടില്ല എന്ന ഉറച്ച തീരുമാനമാണ് സേവാഭാരതി ഓണസദ്യ ഒരുക്കാൻ കാരണം. ആശുപത്രിയിലെ രോഗികളും കൂട്ടിരിപ്പുകാരുമായിട്ടുള്ള നിരവധി പേരാണ് സദ്യയ്ക്കായി എത്തിയത്. ജനം, തിരുവനന്തപുരം.